ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 ഡീലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ 2 പാകിസ്ഥാന്റേത്, 1 ബംഗ്ലാദേശിന്റേത്. ഈ 3 പ്രധാനപ്പെട്ട ഡീലുകൾ ഇന്ത്യയെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു, ഈ ഡീലിന് പിന്നിലെ ഭൗമരാഷ്ട്രീയം എങ്ങനെയായിരിക്കും, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഒന്നാമതായി, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചൈനയുടെ പക്കൽ നിന്നും പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ, അതായത് SSBN എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വാങ്ങാനുള്ള ശ്രമങ്ങൾ എടുത്തിരുന്നു. അത് നമുക്കറിയാം. ആ ഒരു സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിലാണ് ചൈനയെങ്കിലും ആരംഭത്തിൽ അവർ പറഞ്ഞത് നൽകാൻ പറ്റില്ല എന്നാണ്. ഒരു SSBN പോലുള്ള സാങ്കേതിക വിദ്യ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകണം എന്നുണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യ നൽകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം ആ ഒരു രാജ്യം. ഫ്രാൻസിന്റെ പക്കൽ SSBN ഉണ്ട്. ഫ്രാൻസ് ഇന്ത്യക്ക് SSBN നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആഗ്രഹിച്ചാലും അതിന് കഴിയില്ല. കാരണം ഫ്രാൻസിനെ സ്വാധീനിക്കാൻ ഇന്ത്യയെക്കാളും വളരെ കൂടുതൽ രാജ്യങ്ങൾ ഉള്ളതിനാൽ അത് സാധ്യമല്ല. പറഞ്ഞു വരുന്നത്, ചൈന പാകിസ്ഥാന്റെ പക്കൽ SSBN നൽകണം എന്ന് ചിന്തിച്ചാൽ അത് പൂർണ്ണമായും അവരുടെ തീരുമാനമാണ്. ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളും ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കില്ല. നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. ഈ അവസ്ഥയിലാണെങ്കിലും തുടക്കത്തിൽ അവർ പാകിസ്ഥാന് അത് നൽകാൻ നിഷേധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. SSBN പോലുള്ള ഒരു സാങ്കേതിക വിദ്യ എങ്ങനെ ചൈനയുടെ പക്കൽ നിന്നും ഇവർക്ക് ആവശ്യപ്പെടാനാകും? ഒരു ഫൈറ്റർ ജെറ്റോ മിസൈലോ അത് ഒഫൻസീവ് കാപ്പബിലിറ്റിക്ക് ഉപയോഗിച്ചാലും അത് ഒരു രാജ്യത്തെ മുഴുവനും നശിപ്പിക്കാൻ കഴിവുള്ള ആയുധമൊന്നും അല്ല. എന്നാൽ SSBN അത് ചെയ്യാൻ സാധിക്കും. വാസ്തവത്തിൽ SSBN യുദ്ധം നിർത്താനുള്ള ശക്തി പോലും ഉണ്ട്. അങ്ങനെയുള്ള ശക്തിയേറുന്ന ആയുധത്തെ പാകിസ്ഥാൻ എങ്ങനെ ആവശ്യപ്പെടുന്നു എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഗ്വാദർ തുറമുഖമാണ്. ഈ ഗ്വാദർ തുറമുഖം 2 പേർക്കും ഇടയിൽ ഒരു കരാറുണ്ടാക്കുകയും ഇന്ത്യയെ ചെക്ക് വയ്ക്കാനായി പ്രധാനമായും അത് നിർമ്മിച്ചു. എന്നാൽ ഒരു സ്ഥിരമായ രാജ്യവുമായി അവർ ആ കരാർ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ഒരു ചെക്ക് വയ്ക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ പോലുള്ള ഒരു സുസ്ഥിരമല്ലാത്ത രാജ്യവുമായി ഒരു കരാർ നടത്തിയതാണ് അവിടെയുള്ള പ്രശ്നം. ഇപ്പോ ഈ ഗ്വാദർ തുറമുഖത്തെ ഒരു ലിവറേജായി ഉപയോഗിച്ചാണ് SSBN ഇടപാടിന്റെ സ്പീച്ചെല്ലാം നടക്കുന്നത്. ഈ ഗ്വാദർ തുറമുഖം ഇല്ലെങ്കിൽ അവർക്ക് അത്തരം ഒരു ഇടപാടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല. ഇന്ത്യ സോവിയറ്റ് യൂണിയൻ റിലേഷൻഷിപ്പിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു ഇടപാട് സോവിയറ്റ് യൂണിയനുമായി നടത്തി അതിലൂടെ നമുക്ക് SSBN വാങ്ങാൻ കഴിയില്ല. അത്രത്തോളം വലിയൊരു സാങ്കേതിക വിദ്യയാണ്. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ വേറെയാണ്, ഈ SSBN വേറെയാണ്. രണ്ടിനെയും ഒരുമിച്ച് ബന്ധിപ്പിക്കരുത്. അപ്പോ ഇപ്പോഴത്തേക്ക് ചൈനയുടെ ഉത്തരം ഇല്ല എന്നാണ്. ഈ നോ പറഞ്ഞതിനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാനം എന്നത് തന്ത്രപരമായ ഒരു അഡ്വാൻറ്റേജ് നൽകും. ശത്രു സേനയ്ക്കും നമ്മുടെ സേനയ്ക്കും ഇടയിൽ ഒരു ടാക്ടിക് അഡ്വാൻറ്റേജ് നൽകും. ആ ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് എന്നത് അവർക്കെതിരെ ഒരിക്കലും തിരിയില്ല. കാരണം അവരാണ് അത് സൃഷ്ടിച്ചത്. അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നുള്ള ടെക്നിക്സ് എല്ലാം അവർക്ക് അറിയാമായിരിക്കും. അപ്പോ അവർ പാകിസ്ഥാന് ഈ വിമാനങ്ങൾ വിൽക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല. എന്നാൽ SSBN നൽകുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമാണ്. അവരുടെ ആണവായുധങ്ങൾ SSBNൽ ഇൻടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് SSBNനെ നിയന്ത്രിക്കാനുള്ള കഴിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം അവർക്കെതിരായ ഒരു മാരകമായ ഉപകരണമായി തന്നെ മാറും. അതിനാൽ ആരും അത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തേക്ക് ചൈന അത് വേണ്ട എന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല, മുൻകാല ചരിത്രത്തിൽ പാകിസ്ഥാനും ഇവർക്കും ഇടയിലുള്ള ബന്ധം അത്ര സുഗമമായിരുന്നില്ല. കൂടാതെ ഒരു ഭാഗത്ത് ചൈന ഞങ്ങളുടെ ബ്രദറാണ് എന്ന് പറയുകയും മറ്റൊരു വശത്ത് ചൈനയുടെ ശത്രുവായ അമേരിക്കയുടെ മുൻപിൽ ചെന്ന് കൈകെട്ടി നിൽക്കുകയും ചെയ്യും. അതിനാൽ ചൈന ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള രാജ്യത്തെ വിശ്വസിച്ച് യൂറോപ്പിന്റെ പ്ലാറ്റ്ഫോം നൽകുമെന്ന് ആരും വിശ്വസിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പൊ ഇതൊരു ഭാഗത്ത് പോകുമ്പോൾ മറുവശത്ത് ബംഗ്ലാദേശ് ചെയ്തത് അമേരിക്കയിൽ നിന്ന് F-16 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ തവണയല്ല, ഇത് 2ാമത്തെ ശ്രമമാണ്. ആദ്യ ശ്രമത്തിൽ അമേരിക്ക പറഞ്ഞത് F-16 എന്നത് ഒരു എയർ സുപ്പീരിയോറിറ്റി വിമാനമാണ്. അതായത് ഒരു യുദ്ധവിമാനം ആകാശത്ത് പറക്കുകയാണെങ്കിൽ ആ യുദ്ധവിമാനം ആ മുഴുവൻ പ്രദേശത്തെയും നിയന്ത്രണത്തിലാക്കുക. ശത്രുവിന്റെ ഒരു യുദ്ധവിമാനത്തിനും ആകാശത്ത് പിന്നെ പറക്കാനേ സാധിക്കില്ല. ഇതാണ് എയർ സുപ്പീരിയോറിറ്റി. ഈ എയർ സുപ്പീരിയോറിറ്റിക്ക് ഉപയോഗിക്കുന്ന യുദ്ധവിമാനത്തെ ബംഗ്ലാദേശിന് നൽകുകയാണെങ്കിൽ അതുകൊണ്ട് ബംഗ്ലാദേശിന് എന്താണ് പ്രയോജനം എന്ന് ചിന്തിച്ചു. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം 3 വശവും ഇന്ത്യൻ അതിർത്തിയാണ് പങ്കിടുന്നത്. മ്യാൻമറും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പോ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സൗഹൃദപരമായാണ് പോകുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കണമെന്ന് ഒരു
ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. അത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നപ്പോഴാണ് ആക്രമിച്ചത്. ബംഗ്ലാദേശ് ആയതിനു ശേഷം വലിയ ഭീഷണികളൊന്നും ഇന്ത്യയിൽ നിന്നും പോയിട്ടില്ല. മ്യാൻമറിൽ നിന്നും വലിയ ഭീഷണിയില്ല. അതുകൊണ്ട് അവർക്കൊരു F-16 പോലുള്ള എയർ സുപ്പീരിയോറിറ്റി യുദ്ധവിമാനം ആവശ്യമേ ഇല്ല. അങ്ങനെ ഈ യുദ്ധവിമാനം ആവശ്യമേ ഇല്ലാതെ ബംഗ്ലാദേശിന് നൽകിയാൽ അത് ഭാവിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെയായിരിക്കും ബാധിക്കുക. ഇതിനകം പാകിസ്ഥാന് F-16 യുദ്ധവിമാനം നൽകിയിട്ട് ഇപ്പോ നമ്മുടെ പക്കൽ ഒരു ഫൈറ്റർ ജെറ്റ് പോലും വിൽക്കാൻ കഴിയാതെ അമേരിക്ക കഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മുഴുവനായും അമേരിക്കയെ വിശ്വസിച്ച് ഇറങ്ങുന്നില്ല. കൂടാതെ ബംഗ്ലാദേശിന് ആയുധങ്ങൾ നൽകിയാൽ അത് നമുക്ക് വലിയൊരു ചർച്ചയാകുമെന്ന് കരുതിയാണ് ചില വർഷങ്ങൾക്ക് മുൻപ് തന്നെ F-16 നൽകാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. അവരുടെ റിപ്പോർട്ട്സ് എല്ലാം പറയുന്നത് ഈ ഒരു ഫൈറ്റർ ജെറ്റിനായിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് ഇല്ല എന്ന രീതിയിലാണ് റിപ്പോർട്ട്സ് ഉള്ളത്. വീണ്ടും ബംഗ്ലാദേശിന്റെ ഒഫീഷ്യൽസ് പറഞ്ഞത് ഞങ്ങൾക്ക് F-16 വിമാനം തീർച്ചയായും ആവശ്യമാണ്. ഇങ്ങനെ അമേരിക്കയോട് ഒരു റിക്വസ്റ്റ് നടത്തി. ആ സമയം അവരുടെ റിക്വസ്റ്റ് നിരസിച്ചതിനെ തുടർന്ന് MiG-29 യുദ്ധവിമാനം അവർ വാങ്ങുന്നു. MiG-29 യുദ്ധവിമാനങ്ങൾ വ്യക്തിഗതമായി മികച്ച പ്രകടനം നടത്തുന്നില്ല. അതിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോ MiG-29 എടുത്താൽ ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നും മികച്ച പ്രകടനം അതിന് നടത്താൻ സാധിക്കും. കൂടാതെ ഉയർന്ന പ്രദേശങ്ങളിൽ, വായുമർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഹൈ ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ ഉള്ളതുകൊണ്ട് അവിടങ്ങളിൽ അവയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും അവയെ കൊണ്ടുവന്ന് ഒരു എയർ സുപ്പീരിയോറിറ്റി യുദ്ധവിമാനമായി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചതുപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതിലൊന്നും തന്നെ ഇല്ല. അതിനാൽ റഷ്യയുടെ പക്കൽ നിന്നും MiG-29 യുദ്ധവിമാനങ്ങൾ എളുപ്പത്തിൽ വാങ്ങാൻ സാധിച്ചു. ഇപ്പോ വീണ്ടും അവർ പറയുന്നത് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് എയർ സുപ്പീരിയോറിറ്റിയാണ് ആവശ്യം. F-16 യുദ്ധവിമാനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതും ഈ F-16 യുദ്ധവിമാനം അവർ ചോദിച്ചത് എപ്പോഴാണെന്ന് അറിയണ്ടേ? ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ പ്രശ്നം വലുതായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ്. ഈ ഒരു സമയത്ത് അമേരിക്ക F-16 യുദ്ധവിമാനം നൽകിയാൽ പല വർഷം മുൻപ് നൽകിയിരുന്നെങ്കിൽ പോലും അത് വലിയ പ്രശ്നമാകില്ല. പക്ഷെ ഇത്തവണ കൊടുത്താൽ അതൊരു വലിയ പ്രശ്നമാകുമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇതിന് അമേരിക്ക എന്ത് പ്രതികരണം നൽകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായും പഴയതുപോലെ ഇപ്പോ F-16 യുദ്ധവിമാനം ലഭിച്ചില്ലെങ്കിൽ എളുപ്പത്തിൽ അവർ JF-17ലേക്കോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് അവരുടെ സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് മറ്റു ഓപ്ഷൻ ഇല്ല എന്നല്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ഏതെന്ന് നോക്കിയാൽ അത് അമേരിക്കയുടെ പക്കലാണ് ഉള്ളത്. അതിനാൽ അവരിൽ നിന്നും വാങ്ങാനേ അവർ ആദ്യം ശ്രമിക്കുകയുള്ളൂ. ഇനി വീണ്ടും പാകിസ്ഥാനിലേക്ക് വരാം. അവരുടെ പക്കൽ F-16 യുദ്ധവിമാനം ഉണ്ടെന്നറിയാം. അതിൽ അമേരിക്കയുടെ എയർ ടു എയർ മിസൈൽസ് ഉണ്ടെന്നും അറിയാം. ഈ എയർ ടു എയർ മിസൈൽസ് എന്നത് ഒരു ഗെയിം ചേഞ്ചർ ആണ്. എത്ര തന്നെ നമ്പേഴ്സ് കുറവാണെങ്കിലും ടാക്ടിക്കലായി അവർ നമ്മുടെ എയർ വിങ്ങിനെ എല്ലാം വളരെ എളുപ്പത്തിൽ ആക്രമിക്കും. സുഖോയ്സിനെ എളുപ്പത്തിൽ തന്നെ F-16 വിമാനത്തെ കൊണ്ടുപോയി തകർക്കാൻ സാധിക്കും. നമ്മുടെ പക്കൽ ശരിയായ തന്ത്രങ്ങളും പരിശീലനം ലഭിച്ച പൈലറ്റും ഇല്ലെങ്കിൽ ഇതൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. അമേരിക്കയിൽ നിന്ന് ഇതുവരെയും സാങ്കേതികമായി മികച്ച പാക്കേജുകളാണ് അവർ വാങ്ങിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്ഥിതിഗതികളെല്ലാം മാറിയിരിക്കുകയാണ്. കാരണം റഫേൽ യുദ്ധവിമാനങ്ങളെ നമ്മൾ ഇൻഡക്ട് ചെയ്തു. അപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങളുമായി ചേരുമ്പോൾ ഇവയ്ക്ക് F-16 എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കും. പിന്നീട് F-16 ഒരു എയർ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാനേ സാധിക്കില്ല. അവരുടെ ആ ബ്രഹ്മാസ്ത്രം തന്നെ നഷ്ടപ്പെടും. അതിനാൽ അവർ ചെയ്തത് ഈ F-16 അപ്ഗ്രേഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ലേറ്റസ്റ്റ് വേരിയന്റ് ഓഫ് എയർ ടു എയർ ലോങ് റേഞ്ച് മിസൈൽസ് ഇൻഡക്ട് ചെയ്യാൻ ചിന്തിച്ചു. അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അമേരിക്കൻസ് അവർക്ക് നൽകാൻ പോകുന്നില്ല. കാരണം അമേരിക്കൻസ് F-16 നൽകിയപ്പോൾ ഒരു നിബന്ധനയോടുകൂടിയാണ് നൽകിയത്. ആന്റി ടെററിസം ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന്. എന്നാൽ ഇന്ത്യക്ക് എതിരെ F-16 ഉപയോഗിക്കാൻ പോകുന്നു എന്ന കാരണം കൊണ്ട് അവരുടെ പക്കലുള്ള F-16 യുദ്ധവിമാനങ്ങളെല്ലാം ഇപ്പോ ഇൻസ്പെക്ട് ചെയ്യുകയും അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിനുശേഷം ഏതൊരു വലിയ വെപ്പൺസ് ഡീലും നമുക്കിടയിൽ നടക്കില്ല. അപ്ഗ്രേഡ് പാക്കേജ് തീർച്ചയായും പോകും. എന്നാൽ ഏവിയോണിക്സ് എക്യുപ്മെന്റ്സിനപ്പുറം എയർ ടു എയർ കാറ്റഗറിയിൽ ഒന്നും ഏതൊരു ഡീലും ഇതിനുശേഷം നിങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ടാകില്ല എന്നും അമേരിക്ക പറഞ്ഞു. അതിനാൽ ഈ ഒരു അവസരത്തിൽ F-16 ദീർഘദൂര ശേഷി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ തുർക്കിയോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തുർക്കിയും F-16 യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അവർ ആഭ്യന്തരമായി നിർമ്മിച്ച ഒരു ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ അവരുടെ യുദ്ധവിമാനങ്ങളിൽ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. അതായത് തുർക്കിയുടെ F-16 യുദ്ധവിമാനത്തിൽ. അപ്പോ ആ ഒരു വിമാനത്തിൽ ഇൻഡക്ട് ആയിട്ടുള്ള മിസൈൽസിനെ പാകിസ്ഥാൻ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 3 സാഹചര്യങ്ങളിലും നിങ്ങൾ ഒരു കാര്യം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഏത് രാജ്യമായിരുന്നാലും ആ രാജ്യത്തെ സംരക്ഷിക്കാൻ
ഹൈടെക് സൈനിക ഉപകരണങ്ങൾ എങ്ങനെ വാങ്ങാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പലരും അതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര തന്നെ വിജയം ലഭിച്ചാലും അവരെല്ലാരും ഇപ്പോഴും തോറ്റുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വസ്തനായ പാർട്ട്ണർ എന്ന രീതിയിൽ ലോകത്തിലുള്ള ഏതൊരു രാജ്യത്തെയും പറയാൻ സാധിക്കില്ല. എത്ര തന്നെ റഷ്യ വിശ്വസ്തർ എന്ന് പറഞ്ഞാലും പലതവണ റഷ്യക്ക് പോലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഉദാഹരണം തന്നെ പറയാം. ഉക്രൈൻ യുദ്ധം കാരണം നമുക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യക്ക് സാധിക്കുന്നില്ല. എന്തിന്? നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ റഷ്യയിലേക്ക് നേരിട്ട് ചെന്ന് പുടിനുമായി ചർച്ചകൾ നടത്തി. ഏതൊക്കെ പാക്കേജുകളാണ് ഡിലേ ആയത്, അതിൽ ഏതെല്ലാം എളുപ്പത്തിൽ വേണമെന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വിശ്വസ്തനായ പാർട്ട്ണറെ കൊണ്ടുപോലും നമുക്ക് സമയത്തിന് ഡെലിവറി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അമേരിക്കയെ പോലുള്ള ഒരു പങ്കാളിയോ ചൈനയെ പോലുള്ള ഒരു പങ്കാളിയെ വിശ്വസിച്ച് ബംഗ്ലാദേശും പാകിസ്ഥാനും എത്ര തന്നെ ഹൈ എൻഡ് മിലിറ്ററി എക്യുപ്മെന്റ്സ് വാങ്ങിയാലും അതുപയോഗിച്ച് ഒരിക്കലും നമ്മെ വെല്ലുവിളിക്കാൻ അവർക്കാകില്ല. നമ്മളുമായി മത്സരിക്കാനും അവർക്കാകില്ല. എന്നാൽ പകരം നമ്മൾ തദ്ദേശീയമായി ഒരു ആയുധം നിർമ്മിക്കുകയാണെങ്കിൽ ആ ആയുധത്തിന് വേണ്ടി നമ്മൾ ഏതൊരു രാജ്യത്തിന്റെ മുൻപിലും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ആ രാജ്യം വേറിട്ട രീതിയിൽ ഈ ആയുധം നൽകണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട രീതിയിൽ മറ്റു രാജ്യങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചു ചെയ്യേണ്ട ഒരു ആവശ്യവും വരില്ല. അതിനാൽ മറ്റൊരു രാജ്യത്തിന്റെ പക്കൽ നിന്നും ഒരു ആയുധം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ നശിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു പാതയെ നോക്കി നമ്മൾ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ നമ്മുടെ വെപ്പൺസ് എല്ലാം നിർമ്മിക്കാൻ തുടങ്ങണം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.